സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം. അത് കേട്ടാൽ ആർക്കാണ് മനസ്സിന് സമാധാനം കിട്ടാത്തത്? അപ്പോൾ ആർക്കാണ് അള്ളാഹുവിനോട് കാരുണ്യം കൊണ്ട് അള്ളാഹുവിന്റെ കരുണ നമ്മൾ അറിഞ്ഞ് കണ്ണിൽ നിറയാത്തത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മാഷാ അല്ലാഹ്, എന്താണ് ഇതിന്റെ അർത്ഥം? സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ച എന്റെ ദാസന്മാരെ, അതായത് സ്വന്തം പാപങ്ങൾ സ്വന്തം ശരീരം കൊണ്ടും അല്ലാതെയും പാപങ്ങൾ ചെയ്തു കൂട്ടിയ എന്റെ ദാസന്മാരെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാവരുതേ. തീർച്ചയായും അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനാണ്. അവന് മാത്രമാണ് എല്ലാം പുറത്തു തരുന്നവനും കരുണാനിധിയും എന്ന് ഞങ്ങളോട് അള്ളാഹു പറയുകയാണ്. ഇതൊരു ആശ്വാസം നൽകുന്ന വചനമാണ്. കാരണം ദിനനിത്യം എത്ര പാപങ്ങളാണ് ചെയ്യുന്നത്. ഓരോ തവണ നമ്മൾ എത്ര പഠിച്ചാലും അള്ളാഹു ചെയ്യരുതേ എന്ന് പറയുന്നതൊക്കെ നമ്മൾ റിപ്പീറ്റായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തത്തോട് തന്നെ തെറ്റ് ദിവസം മുഴുവനും തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പേടിയും വേണ്ട എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യന്മാരായാൽ തെറ്റ് ചെയ്തു പോകുമെന്ന് അള്ളാഹു നമ്മളോട് തന്നെ പറയാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്താപിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഞാനിങ്ങനെ കള്ളു കുടിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ വ്യഭിചരിക്കുന്നുണ്ട്, ഞാൻ നിസ്കാരം ഇങ്ങനെ കള്ളായി പോകുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ദിവസവും ഫിത്ന ഇങ്ങനെ പറഞ്ഞു പോകും, എന്റെ കാര്യം ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ചിന്ത തരുന്നത് ശൈത്താനാണ്. നിങ്ങൾക്ക് ഇന്ന് 60 വയസ്സായാൽ നിങ്ങൾ ഇന്ന് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും ഇന്ന് റബ്ബിനോട് ചോദിച്ചാലും ആ 60 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. എന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്ത ആ പാപങ്ങൾ മുഴുവനും അള്ളാഹു നന്മകളാക്കി തരും. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന, ഇതുപോലെ കാരുണ്യമുള്ള ഒരു റബ്ബ് നമുക്ക് വേറെ എവിടെ കിട്ടാനാണ്? വേറെ ആരുണ്ട്? നിങ്ങൾ ഈ ദുനിയാവിലെ, നിങ്ങളെ നാട്ടിൽ നിങ്ങൾ കൊലപാതകം ചെയ്താലും, നിങ്ങൾ സ്വർണ്ണക്കടത്തിൽ കഞ്ചാവ് കടത്തിലെ കൊണ്ടുപോയി സൗദി അറേബ്യയിൽ പിടിച്ചാൽ അവിടെ നിങ്ങൾ പോയി മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ അവിടെ വിടുവോ? ഇല്ല, തലവെട്ടും. നിങ്ങളുടെ കൊലക്കേസിന് നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയാൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് കോടതിയിൽ എത്ര കരഞ്ഞു പറഞ്ഞാലും പുറത്തു തരുമോ? ഇല്ല, നിങ്ങളെ തൂക്കിക്കൊല്ലും. എങ്കിൽ റബ്ബിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും നിങ്ങൾ ഒരിക്കൽ റബ്ബിനെ വിളിച്ചാൽ, അള്ളാഹുവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കരഞ്ഞു ചോദിച്ചാൽ അതൊക്കെ പുറത്തു തരും. നിങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളെ മരണക്കുയിൽ തൊണ്ടയിൽ എത്തുന്നത് വരെ തൗബയുടെ വാതിൽ തുറന്നിട്ട് തന്നെ. അത് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. മരണസമയത്ത് പോലും കിടക്കുമ്പോൾ നിങ്ങൾ ഒരു പാപിയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നല്ലൊരു പ്രതീക്ഷ വെച്ച് മരിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പാപിയാണെങ്കിലും എന്റെ റബ്ബാണ്, അള്ളാഹുവെ എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷയോടെ അള്ളാഹിനെ വിളിച്ചാൽ പോലും നിങ്ങൾ എങ്ങനെയാണോ റബ്ബിനെ കാണുന്നത്, അതുപോലെയാണ് അള്ളാഹു നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇടുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് ഇടും. നിങ്ങൾ നരകത്തിലേക്കാണ് എന്റെ റബ്ബ് ഇടും. ഞാൻ തെറ്റാണ്, ഞാൻ പാപിയാണെങ്കിൽ അങ്ങനെയാണ്